നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. വലിയ ഭാഗ്യം വരുന്നു ഈ നാളുകാരുടെ ജീവിതത്തിൽ. ഒട്ടേറെ ദുഃഖങ്ങളും ദുരിതങ്ങളുമൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു. ഇവർക്ക് സാമ്പത്തിക ഉന്നതി തന്നെ വന്നു ചേരും. സമ്പത്ത് കുമിഞ്ഞുകൂടും. ഇതുവരെ അനുഭവിച്ച പലവിധ കഷ്ടതകളിൽ നിന്ന്, കഷ്ടപ്പാടുകളിൽ നിന്ന്, ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് ഈ നക്ഷത്രക്കാർ രക്ഷപ്പെടുന്നു. ഇനി ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ, അസുഖബാധിതമായിട്ടുള്ള അവസ്ഥകൾ, രോഗദുരിതങ്ങൾ ഇതൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, ശാരീരിക അസ്വസ്ഥതകളൊക്കെ മാറി ചികിത്സകൾ ഫലിക്കുന്ന, ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കുന്ന, ആരോഗ്യപരമായിട്ട് പലവിധ അനുകൂലമായ അവസ്ഥകൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും ഇവർക്ക് മനസ്സന്തോഷം ഉണ്ടാകുന്നു. ഭാഗ്യത്തിന്റെ നാളുകൾ ഈ നക്ഷത്രക്കാരെ കടാക്ഷിക്കുന്ന ഒരു സമയമാണ്. ഭാഗ്യം ഈ നക്ഷത്രക്കാരെ എല്ലാം കൊണ്ടും അനുഗ്രഹിക്കുന്ന ഒരു സമയം. ഈശ്വരാനുഗ്രഹമൊക്കെ വന്നു ചേർന്നുകൊണ്ട് ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്ത പല ആനുകൂല്യങ്ങളും ലഭിച്ചു തുടങ്ങുന്ന, മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. മികച്ച ഉയർച്ചകൾ, മികച്ച ഉന്നതികൾ, സാമ്പത്തിക മുന്നേറ്റം ഇതൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ. കുടുംബം ഒന്നാകെ, കുടുംബത്തിലുള്ള അംഗങ്ങൾ ഒട്ടാകെ തന്നെ നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയും ഈ നക്ഷത്രക്കാരുടെ ആനുകൂല്യങ്ങൾ കുടുംബത്തിലുള്ള മറ്റു അംഗങ്ങൾക്ക് കൂടി പ്രയോജനപ്രദമാകുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ സാധിക്കുകയും ചെയ്തു. പ്രത്യേകിച്ചും സാമ്പത്തിക കാര്യത്തിൽ കടങ്ങൾ പെരുകി ജീവിതം ദുസ്സഹമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിലും, സാമ്പത്തിക ബാധ്യതകൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിലും, സാമ്പത്തികപരമായിട്ട് കയ്യിൽ ഒന്നുമില്ലാത്ത ആളുകളാണെങ്കിലും ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന, ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു. മഹാഭാഗ്യ ദിനങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് ഇനി മുതൽ വന്നിരിക്കുന്നത്. ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ എത്തിച്ചേരാൻ സാധിക്കുന്ന, ഭാഗ്യത്തിന്റെ ഐശ്വര്യത്തിന്റെയും ദിനങ്ങൾ വന്നു ചേരുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാൻ സാധിക്കും. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ഒട്ടേറെ ഭാഗ്യവും ആനുകൂല്യങ്ങളുമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ വളരെ ഭാഗ്യം അനുഗ്രഹീതമായ ഭാവത്തിൽ ഉള്ളൊരു നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് അവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടപ്പിലാകുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ചും സാമ്പത്തിക കാര്യത്തിൽ സമ്പത്ത് കുമിഞ്ഞുകൂടുന്ന, സാമ്പത്തികപരമായി വളരെ കുതിച്ചുയരാൻ സാധിക്കുന്ന, ധനപരമായിട്ട് ഉയർച്ചയിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക ഉന്നതിയും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന, മികച്ച ആനുകൂല്യങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മികച്ച രീതിയിൽ മികച്ച ഉയർച്ചകളൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരുന്ന ഒരു സമയമാണ്. ഇവർ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ നഷ്ടങ്ങൾ ഇല്ലാതെ ലാഭം വർദ്ധിച്ചു കാണുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ ലോട്ടറി ഭാഗ്യം ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരുന്നു. വലിയ തോതിലുള്ള സാമ്പത്തിക ഉന്നതി, സമ്പന്ന യോഗം, അതിപ്രധാനമായി പറയുകയാണെങ്കിൽ കോടീശ്വര യോഗം വരെ ലഭിക്കാവുന്ന ഒരു സമയമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത്. ഇവർ ചെയ്യേണ്ട വഴിപാട്, ഇവർക്ക് ഇത്തരം ആനുകൂല്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ലഭിക്കുന്നതിന് വേണ്ടി അതിന് നിങ്ങൾ ചെയ്യേണ്ട വഴിപാട് എന്ന് പറയുന്നത് അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. അവിടെ ഭഗവാന് പാൽപായസം വഴിപാട് നേരുക വ്യാഴാഴ്ച ദിവസം. അതോടൊപ്പം തന്നെ തൃക്കൈ വെണ്ണയും കദളിപ്പഴവും ഭഗവാന് സമർപ്പിക്കുക. ശ്രീലകത്ത് ഭഗവാന് നെയ്വിളക്ക് വഴിപാട് നേരുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം നിങ്ങളുടെ ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക നിലയിലൊക്കെ വലിയ മാറ്റങ്ങൾ കാണുന്നു. പണമില്ലാത്ത ഒരു അവസ്ഥകളും ഈ നക്ഷത്രക്കാരെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. അത്ര കണ്ട് നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത്. അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ഏറ്റവും
അനുകൂലമായ ഒരു സമയം. ഒട്ടേറെ ഫലങ്ങൾ ലഭിക്കാൻ സാധിക്കുന്ന, ഗുണങ്ങൾ ഒട്ടേറെ വന്നു ചേരുന്ന ഒരു സമയം. ഇവർക്ക് കുടുംബപരമായിട്ടുള്ള അനുഗ്രഹീതമായ ഒരു സമയം. കുടുംബത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നു. കുടുംബത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ഒട്ടേറെ ഉയർച്ചകൾ ഉണ്ടാകുന്നു. കുടുംബത്തിലുള്ള മറ്റു അംഗങ്ങൾക്ക് പോലും ഉയർച്ചകൾ ഉണ്ടാകുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ സാന്നിധ്യം കൊണ്ട് വന്നു ചേർന്നിരിക്കുന്നത്. സമ്പാദ്യം വർദ്ധിക്കുന്നു. നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും. സാമ്പത്തികപരമായി ഇവർക്ക് ഉയർച്ചകൾ തന്നെയാണ് വന്നു ചേരുന്നത്. പ്രത്യേകിച്ച് കോടീശ്വര യോഗം, ലോട്ടറി ഭാഗ്യം, ഇതൊക്കെ ഈ നക്ഷത്രക്കാരെ കടാക്ഷിക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ നഷ്ടങ്ങൾ ഇല്ലാതെ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നതിനും സമ്പൽ സമൃദ്ധമായ ജീവിത സാഹചര്യങ്ങൾ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധി, ഇതൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഇവർക്ക് വന്നു ചേരും. വിദേശവാസത്തിന്, വിദേശത്ത് ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് പോകുന്നതിനോ വിദേശത്ത് നിന്ന് സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതിനോ വരുമാന വർധനവിനോ ഒക്കെ സഹായകരമായിട്ടുള്ള ഒരു സമയം. നല്ലൊരു ജോലി ലഭിക്കുന്നു. ജോലിയിൽ ഉയർന്ന ശമ്പളം ലഭിക്കാനുള്ള, വരുമാനം ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. നേട്ടങ്ങൾ ഒരുപടി ഇവർക്ക് വന്നു ചേരുന്ന ഒരു സമയം. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഐശ്വര്യപ്രദമായിട്ടുള്ള ഒരു സമയം തന്നെയാണ് വന്നിരിക്കുന്നത്. ഭാഗ്യം ഇവരെ തുണയ്ക്കുന്നു. പ്രത്യേകിച്ചും ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. കുടുംബത്തിൽ ഒട്ടാകെ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നതിനും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മിന്നുന്ന വിജയം, തുടർന്നെല്ലാം പൊന്നാകുന്ന, ജീവിതത്തിൽ ഐശ്വര്യപ്രദമായ രാജ്യയോഗത്തിന് തുല്യമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മികച്ച ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ എത്തിച്ചേരുന്നതിനും ഒട്ടേറെ മഹാഭാഗ്യകരമായിട്ടുള്ള അവസ്ഥകൾ, അനുകൂലമായ അവസ്ഥകളൊക്കെ ഒന്നുചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുന്നതിനും ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് ഈശ്വരാധീനമൊക്കെ വളരെ അധികം വന്നു ചേർന്നിരിക്കുന്ന ഒരു സമയമാണ്. ഇവർ എന്ത് മനസ്സിൽ വിചാരിച്ചാലും ആ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ നടപ്പിലാകുന്നു. എത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നേടേണ്ട ഒരു സാഹചര്യങ്ങളാണെങ്കിലും വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു അവസരത്തിൽ അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. സാമ്പത്തിക ഉന്നതി മാത്രമല്ല, ഇവർ ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അവർക്ക് മിന്നുന്ന വിജയമാണ് ഉണ്ടാകുന്നത്. ഏതൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും, അത് ജോലി സംബന്ധമായിട്ടാണെങ്കിലും ബിസിനസ് സംബന്ധമായിട്ടാണെങ്കിലും കുടുംബപരമായിട്ടാണെങ്കിലും തൊഴിൽ മേഖലയിലുള്ള ഏതൊരു പദവികൾ വഹിക്കുന്ന സാഹചര്യങ്ങളാണെങ്കിലും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മിന്നുന്ന വിജയം തന്നെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. സാമ്പത്തികപരമായി ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന, ഐശ്വര്യപൂർണമായ അവസ്ഥകൾ വന്നു ചേരുന്ന സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മിന്നുന്ന വിജയം, മിന്നുന്ന ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. ഒട്ടേറെ ഉയർച്ചകൾ, ഉന്നതികൾ, സാമ്പത്തിക മുന്നേറ്റം ഒക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നു. ഏതൊരു കാര്യത്തിനും വിജയമുണ്ടാകുന്നു. കാര്യവിജയമാണ്, ഇഷ്ടകാര്യലബ്ധിയാണ്. മനസ്സിൽ ആഗ്രഹിക്കുന്ന, മനസ്സിൽ തോന്നുന്ന ഏതൊരു കാര്യത്തിനും അത് തുടക്കത്തിൽ തന്നെ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തണം. വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകണം. ജീവിതത്തിൽ ഐശ്വര്യപ്രദമായിട്ടുള്ള അവസ്ഥകൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയമാണ്. പൂയം നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിന്റെ ആനുകൂല്യം തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവരുടെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. ഐശ്വര്യപ്രദമായിട്ടുള്ള അവസ്ഥകളൊക്കെ വന്നു ചേരുന്നു. രോഗദുരിതങ്ങൾ, ദുഃഖ ദുരിതങ്ങൾ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യം വാരിവിതരാൻ സാധിക്കുന്ന, ഐശ്വര്യം വന്നു ചേരുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. മഹാഭാഗ്യത്തിന്റെ, മഹാഐശ്വര്യത്തിന്റെ, നേട്ടത്തിന്റെ, ഉയർച്ചയുടെ ഒരു കാലഘട്ടം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന, ഐശ്വര്യപ്രദമായിട്ടുള്ള അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നു. പ്രത്യേകിച്ചും മനസ്സമാധാനം ഉണ്ടാകുന്ന ഒരു സമയമാണ്. സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ട് പലപ്പോഴും മനസ്സമാധാനമില്ലാത്ത ഒരു സാഹചര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ മാറി നേട്ടങ്ങൾ ഉണ്ടാകുന്ന, ഐശ്വര്യപ്രദമായിട്ടുള്ള അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത്. അടുത്ത നക്ഷത്രം ആയില്യമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് എന്നും കണ്ണീരും ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരുന്ന, ഒട്ടേറെ ഐശ്വര്യപ്രദമായിട്ടുള്ള അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന, ജീവിതത്തിൽ
നേട്ടങ്ങളുടെ ഒരു തുടർക്കഥ തന്നെ വന്നുചേരുന്നു. നല്ല കാലത്തിന്റെ സ്മരണകൾ അയവിറക്കിക്കൊണ്ട് നിന്നിരുന്ന ഒരു സമയത്ത് നല്ല കാലം അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. ഐശ്വര്യം ഇവർക്ക് അനുകൂലമായ രീതിയിൽ തന്നെ വന്നു ചേർന്നിരിക്കുന്നു. സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ കാണാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാർക്കുണ്ട്. മികച്ച മുന്നേറ്റങ്ങളാണ് കാഴ്ചവെക്കുന്നത്. ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളും മാറുന്നു. കോടീശ്വര യോഗം വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മഹാഭാഗ്യ ദിനങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് വന്നിരിക്കുന്നത്. ഒട്ടേറെ ഉന്നതികളും ഉയർച്ചകളും ഒക്കെ ഒന്നിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു മുന്നോട്ട് പോകുക. ഐശ്വര്യം ഇവർക്ക് എല്ലാ രീതിയിലുള്ള നേട്ടങ്ങൾ കൊണ്ടുതരും. കുടുംബം രക്ഷപ്പെടും. അത്ര കണ്ട നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഒന്നിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം അത്തമാണ്. അത്തം നക്ഷത്രക്കാർക്ക് വളരെ നാളുകളായി മോശപ്പെട്ട ഒരു അവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും കരകയറുകയില്ല, ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണുന്ന ഒരു സമയമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഐശ്വര്യപ്രദമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഉയർന്ന ഭാഗ്യം ഒന്നിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. മഹാഭാഗ്യം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത്. അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രമാണ്. ചിത്ര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ ഒന്നിച്ചേരാൻ സാധിക്കുന്ന നേട്ടങ്ങളുടെ വലിയ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ഇവരുടെ ജീവിതത്തിലും ഭാഗ്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നേട്ടത്തിന്റെയും ഈശ്വരാനുഗ്രഹത്തിന്റെയും ഒരു സമയമാണ് വരുന്നത്. ഇനി അങ്ങോട്ട് നേട്ടത്തിന്റെ ഉയർച്ചകൾ തന്നെയാണ് ഇവർക്ക് ലഭിക്കുന്നത്. ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.